ശരിക്കും ഇന്നിൻ്റെ കാലയളവിലെയും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നാം വായിച്ചു കേട്ടതായ വേദഭാഗം നോമ്പിലെ 5-ാം ഞായറാഴ്ചയിൽ കൂനിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്ന അനുഭവമാണ്. അവിടെ അവൾ പതിവായി ദൈവാലയത്തിൽ പോയി സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞ സമയത്ത് പള്ളിപ്രമാണി എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചവനോടോ സൗഖ്യം കൊടുത്തവനോടോ അല്ല, അവിടെ ഇരുന്ന പുരുഷാരത്തോടായിട്ടൊരു വർത്തമാനം പറയുന്നുണ്ട്. സൗഖ്യമൊക്കെ പ്രാപിക്കണമെങ്കിൽ വേറെ 6 ദിവസമുണ്ട്, അമരം വന്നാൽ പോരെ. ശരിക്കും അവൻ്റെ മനസ്സിലെ വിചാരത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഈ പള്ളിപ്രമാണിയുടെ മനസ്സിലെ വിചാരത്തിലെ കുറിച്ച് അവൻ സ്വയം നീതീകരിച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച്, ഈ സൗഖ്യം പ്രാപിച്ചവനോടോ സൗഖ്യം കൊടുത്തവനോടോ ഇവനക്കിത് പറയാം. പലപ്പോഴും നമ്മളും ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ്. പറയേണ്ട ആളിനോടല്ല പറയുന്നത്, അവിടെയും ഇവിടെയുള്ളതായ ചെറു സംഘങ്ങളോട് നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തിനു വേണ്ടി?